ഹായ് ഫ്രണ്ട്സ്, യെസ് മാം ഫാഷൻ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വരാൻ പോകുന്ന വെഡ്ഡിങ് സീസൺ ആയാലും ഒരു ഫെസ്റ്റിവൽ ആയാലും നമ്മൾ പെണ്ണുങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഏത് സാരി ഉടുക്കും? അതും നമ്മൾക്കിപ്പോൾ ട്രെൻഡി ആയിട്ടിരിക്കുന്ന സാരി ഉടുക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ട്രെൻഡി ആയിരിക്കണം, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിരിക്കണം. അങ്ങനത്തെ ഒരു സാരിയാണോ നിങ്ങൾ തിരയുന്നത്? എങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ്ങും ട്രഡീഷണലുമായിട്ടുള്ള ഒരു റോയൽ ലുക്ക് തരുന്ന കുറച്ച് മനോഹരമായ സെമി പൈത്താനി പട്ട് സാരികളുടെ കുറച്ച് കളക്ഷനുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ സാരികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെയിം മെറ്റീരിയലാണ് 3 സാരിയും. എന്നാൽ 3 സാരികളിലെയും ഗോൾഡൻ ത്രെഡ് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാരമ്പര്യ ശൈലിയിലാണ്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള പീക്കോക്ക് ഡിസൈനുകളും ഫ്ലോറൽ വർക്കുകളുമാണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ത്രെഡ് വർക്കിലും ഒരു വ്യത്യാസമുണ്ട്. ഇതിൽ നെയ്തെടുത്തിരിക്കുന്നത് പട്ടുനൂലുകളുടെയും സ്വർണ്ണ നൂലുകളുടെയും ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനാണ് ഈ സാരിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതൊരു റിച്ച് ആൻഡ് പ്രീമിയം ലുക്ക് തരും. നിങ്ങൾ ഉടുത്താൽ നിങ്ങളുടെ ബോഡിയിൽ വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഉടുക്കാനും സാധിക്കും. നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസി ആയിരിക്കും. കാരണം എല്ലാവർക്കും സിംഗിൾ ഫ്ലീറ്റായിട്ട് ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. ഒരുപാട് ഫ്ലീറ്റ്സ് എടുത്ത് പിൻ ചെയ്ത് അങ്ങനെ പോകുന്നവരായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ വേണമെങ്കിലും ഈ സാരി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സിംഗിൾ ഫ്ലീറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടുക്കാം. ഇല്ല, ചെറിയ ഒരുപാട് ഫ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും നിങ്ങൾക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. സെയിം സാരിയുടേതുപോലെ തന്നെ വർക്കുള്ള ബ്ലൗസ് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം റോയൽ ബ്ലൂ, ഡാർക്ക് പേർപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫംഗ്ഷനോ ഒരു നൈറ്റ് ഫംഗ്ഷനോ ഏറ്റവും നല്ല ബെസ്റ്റ് കളറാണിത്. കാരണം നമുക്കൊരു ഹെവി ലുക്ക് തരും. അതുപോലെ തന്നെ ക്ലാസിക് വൈറ്റ്. ഇപ്പോൾ നമുക്ക് കേരള സെറ്റ് സാരിയുടെ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരേ സമയം ട്രഡീഷണലായും മോഡേണായും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കളറാണിത്. അതുപോലെ തന്നെ മെഹന്തി ഫോയിലുള്ള ഫംഗ്ഷനുകൾക്ക്, അതേസമയം നമ്മളുടെ ചെറിയ ഫംഗ്ഷനുകൾക്ക് സിമ്പിളായിട്ട് നമ്മൾ പോകണോ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സിമ്പിളും എലിഗൻറ്റുമായിട്ട് ലുക്ക് നൽകാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഡാർക്ക് ഷെയ്ഡുകൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ്, ഡാർക്ക് കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അത് നമ്മുടെ സ്കിൻ ടോണിന് ചേരുമോ? ഡാർക്ക് കളേഴ്സ് കൊടുത്താൽ നമ്മുടെ സ്കിൻ ടോൺ ഒരുപാട് ബ്ലാക്ക് ആയിട്ട് അറിയുമോ? ഇതൊക്കെ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്. എന്നാൽ നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണെങ്കിലും അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റ് കളേഴ്സ് മുതൽ ഡാർക്ക് കളേഴ്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സാരിയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് കളർ കോമ്പിനേഷനാണ്. അതായത് ഏത് സ്കിൻ ടോണുകാർക്കും ഉടുക്കാൻ പറ്റിയ തരത്തിലുള്ള കളർ കോമ്പിനേഷനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് കളേഴ്സിൽ ഡാർക്ക് ബോർഡേഴ്സ്, മുന്താണി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് സ്കിൻ ടോണിലാണോ, ഏത് സാരിയാണോ നിങ്ങൾക്ക് മാച്ച് ആവുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ബോഡിക്ക് വളരെ സൂട്ടബിളായിരിക്കും. ഇനി ഈ സാരിയുടെ ഫാബ്രിക് മെറ്റീരിയലിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, ഇതൊരു ബനാറസി സ്റ്റൈൽ സിൽക്ക് മെറ്റീരിയൽ സാരിയാണ്. ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോഫ്റ്റ് സിൽക്കാണ്. സിൽക്ക് സാരി എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് ബോഡിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു ബനാറസി സിൽക്ക് സാരി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി വളരെ കംഫർട്ടബിൾ ആയത്, അതായത് സിംഗിൾ ഫ്ലീറ്റ് ആയാലും ഒരുപാട് ഫ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ എടുത്താലും നിങ്ങളുടെ ബോഡിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കും. പിന്നെ അടുത്തതായിട്ട് ഈസി ആയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സാരിയുടെ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഒരു പീകോക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നതെന്ന്, ഗോൾഡൻ ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊരു പരമ്പരാഗത ശൈലിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി സാരിയുടെ ബോഡിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം അതുപോലെയുള്ള ഗോൾഡൻ ത്രെഡ് കൊണ്ട് ചെറിയ ബൂട്ടാസ് വർക്കുകളാണ്
മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നത്. 3 സാരിയിലും വേറെ വേറെ ഡിസൈനാണ്, ബട്ട് ഒരുപോലത്തെയുള്ള ഗോൾഡൻ ത്രെഡ് കൊണ്ട് ചെറിയ ചെറിയ ബൂട്ടാസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും സാരി എന്ന് പറയുമ്പോൾ ഒരു വീക്ക്നെസ്സാണ്. എത്ര മോഡേൺ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവർക്കും നമ്മളുടെ ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ചൂസ് ചെയ്യുന്നത് സാരിയാണ്. അതും ട്രഡീഷണൽ ആയിരിക്കണം, അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സാരി തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. സാരിയാണ് നമ്മൾക്ക് ഏറ്റവും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം എന്ന് പറയാം. അതായത് സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സാരി ഉടുത്താൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറി, അതുപോലെ തന്നെ മുല്ലപ്പൂ, അതെല്ലാം നമ്മളുടെ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ എത്ര ഒരു മോഡേൺ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല മനോഹരമുള്ള കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ സാരി ആരും മറക്കാനായിട്ട് ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ സാരി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇതിൻ്റെ മെറ്റീരിയലെക്കുറിച്ചും ഇതിൻ്റെ പ്രൈസ് ഇതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എന്തെങ്കിലും ഈ സാരിയെക്കുറിച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എഴുതുന്നതായിരിക്കും. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സാരികൾക്കും കോൺട്രാസ്റ്റ് ബ്ലൗസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം സാരിയുടെ പോലെ തന്നെ വർക്കാണ് ബ്ലൗസിൻ്റെ ഹാൻഡ് വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ബ്ലൗസ് പീസും. നിങ്ങൾക്കത് സ്ലീവ് വെച്ചും സ്ലീവ് ഇല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ സൂട്ടാകുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ സാരിയുടെ കളക്ഷൻ കണ്ടിട്ട് അത് എന്ത് തന്നെ ആയാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടാൽ മാത്രമേ, ഇല്ലെങ്കിൽ നിങ്ങൾക്കിനി ഏത് തരത്തിലുള്ള ഡിസൈൻ, ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മെറ്റീരിയലിലുള്ള സാരിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി മുമ്പോട്ടുള്ള എൻ്റെ വീഡിയോകളിൽ ഞാനത് ഉൾപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിക്കും. ഇത് സിൽക്ക് സാരി മാത്രമല്ല, ഒരുപാട് വേറെ വെറൈറ്റിയുള്ള സാരി കളക്ഷൻസും എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജോർജറ്റി സാരിയിലെ 3-4 വെറൈറ്റി ഹാൻഡ് മെയ്ഡ്, പ്രിൻറ്റഡ് സാരി, കോട്ടൺ സാരി, നെറ്റ് സാരി, അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരികളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ മറക്കരുത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോകൾ, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കറിയാം ഞാൻ ഇനി പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് മീ. ഒരുപാട് വെറൈറ്റി കളർ കോമ്പിനേഷനുമായിട്ട് ഞാൻ വരാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് എഴുതാനും മറക്കരുത്. താങ്ക് യു.